നമസ്കാരം. പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ പുക്കാട്ടുപടി ഊരക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങ് നടത്തി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്തത്. കൂടുതൽ വിശദീകരണവുമായി നിരവധി പേർ സംസാരിക്കുന്നു. അകവൂർമനക്കാരുടെ ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഈ ദുർഗാ ക്ഷേത്രം ഭദ്രകാളി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പഞ്ചമൂർത്തിയായിട്ട് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദുർഗാക്ഷേത്രം കുറേ കാലമായിട്ട് നശിച്ച് കിടക്കുകയായിരുന്നു. ഇവിടെ ഭദ്രകാളിയോടുകൂടി അന്തിമഹാകാളൻ, ഐലേക്ഷി, വെള്ളാം ഭഗവതി, ശാസ്താവ് തുടങ്ങിയവരും ഇവിടെ ദുർഗ കുറേ കാലമായിട്ട് നശിച്ച് കിടന്നത് പുനഃസ്ഥാപിച്ചതാണ്. മൊത്തത്തിൽ അമ്പലം പുനഃസ്ഥാപിച്ച ഇതാണ്. അപ്പം രണ്ട് തരത്തിലുള്ള ദേവിമാരും ഇവിടെയുണ്ട്. വിരമൂർത്തിയായിട്ടും ശാന്തമൂർത്തിയായിട്ടും രണ്ടവസ്ഥയിലും ദേവി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകത. ദേവി സഹായം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുക്കാട്ടുപടി ഊരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലത്തിങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനമാണിന്ന്. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഒരു അന്ന് മുതലുള്ള ക്ഷേത്രമാണ്, ദേവീക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ ശ്രീകോവിൽ തന്നെ ഒരു ശ്രീകോവിലിനകത്ത് പഞ്ചമൂർത്തികൾ, അതായത് 5 ദേവതകൾ ഉൾക്കൊള്ളുന്ന ഒരു ശ്രീകോവിൽ. അടുത്ത ശ്രീകോവിലിൽ നമ്മൾ ദുർഗാദേവി എന്ന് പറയുമ്പോൾ അതിന് സരസ്വതി ഭാവം കൂടിയുണ്ട് ആ ദേവിക്ക്. അത്രയും പുരാതനമായൊരു ക്ഷേത്രമാണ്. നമുക്ക് ദേവിയുടെ എല്ലാ ചൈതന്യങ്ങളും ഈ പ്രദേശവാസികൾക്ക് ലഭിക്കാറുണ്ട്. നമ്മൾ ഈ ക്ഷേത്രം വളരെ സൂക്ഷിച്ച നിലയിൽ നിന്നും നമ്മൾ എല്ലാവരുടെയും സഹകരണം, നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം, പൊതുജനങ്ങളുടെ സഹകരണം എല്ലാവരും കൂടി നമ്മൾ ഈ ക്ഷേത്രത്തെ നമ്മൾ എല്ലാ പണികളും പൂർത്തിയാക്കി ക്ഷേത്രത്തെ വളരെ ധന്യമായ രീതിയിലേക്ക് നമ്മൾ ദേവിക്ക് സന്തോഷം കൊള്ളുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെച്ചു. അതിലൂടെ നമ്മൾ ഇവിടെയുള്ള സർവ്വജനങ്ങൾക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇതിലുൾപ്പെടുന്ന ഈ ഗ്രാമവാസികൾക്കും എല്ലാം നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ഭക്തി സാന്ദ്രമായൊരു ഇടമാണിത്. നമുക്ക് എല്ലാം കൊണ്ടും ദേവിയുടെ കടാക്ഷം നമുക്ക് ഈ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനിയും അതുപോലെയുള്ള ഒരുപാട് നന്മകളും എല്ലാവർക്കും ഒരു ആപത്തും കാര്യങ്ങളും വരാതെ ദേവി നമ്മളെ എല്ലാവരെയും കാത്തുകൊണ്ട് പരിപാലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നും നിങ്ങളോട്